മീഡിയ മിക്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ സൂപ്പാണ്. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, നമുക്ക് പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് ബട്ടർ ചേർത്തിട്ട് ചിക്കൻ സൂപ്പിന് വേണ്ടിയിട്ട് 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് ഈ ചിക്കൻ പീസസും ചിക്കൻ സ്റ്റോക്കും അതിന്റെ വെള്ളവും രണ്ടും മാറ്റി മാറ്റി വെക്കാം. ഓക്കെ, നമ്മുടെ ബോയിൽഡ് ചിക്കൻ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ആക്കി വെക്കാം. ചെറിയ ചെറിയ പീസുകളാക്കി വെക്കാം ബോയിൽഡ് ചിക്കൻ. ഇതേപോലെ ചെറിയ പീസുകളാക്കിയതിനു ശേഷം നമുക്കൊരു പാനിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനകത്തേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് നമ്മൾ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് വറുത്തെടുക്കാം. നല്ലതുപോലെ ഇത് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ വറുത്തുകൊണ്ടിരിക്കുന്ന ചിക്കനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. അങ്ങനെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർപ്പിടിക്കുക. എല്ലായിടത്തും പിടിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി ചേർത്ത് പിടിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്ക് ഒരൽപ്പം ബട്ടർ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം ഉപ്പ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. 4-5 ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 4 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ചേർക്കാം. നമുക്ക് കോൺഫ്ലവർ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പിന്റെ സ്റ്റോക്ക് തിളയ്ക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 1 ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്കൊരു 1 മിനിറ്റ് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സൂപ്പിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിനി അതിനകത്തേക്ക് ഒരൽപ്പം ഉപ്പ് ചേർക്കാം. നമ്മുടെ സൂപ്പിനകത്തേക്ക് ഒരൽപ്പം ഉപ്പ് ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തമല്ലി, പുതിനയില, ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത്തിരി കിച്ചൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.